ഇന്നൊരു പൈനാപ്പിൾ പുഡിംഗ് ആയാലോ? പൈനാപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ, നമ്മളിങ്ങനെ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അധിക നേരം ഒന്നും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതുമാണ്. ഇത്തിരി നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ ഫ്രഷ് ക്രീം പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് അത് ഇതിൽ യൂസ് ചെയ്യുക കേട്ടോ. അത് നന്നായിട്ട് ചെറിയ ചെറിയ പീസസായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത്തിരി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ ഇത്തിരി ഫ്രിഡ്ജിൽ വെച്ച് കട്ട് ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അതല്ലാതെ നിങ്ങൾക്ക് ഈ ബിസ്ക്കറ്റ് പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് കറക്കി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെയും മതി കേട്ടോ. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ബിസ്ക്കറ്റ് മൊത്തത്തിൽ ഇത്തിരി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ലെയേഴ്സ് കൂടുതലായിട്ട് വേണമെങ്കിൽ കുറച്ച് പകുതിയായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒറ്റ ലെയറിലാണ് ചെയ്യുന്നത്. 2 ലെയറിലാണെങ്കിൽ നേരെ പകുതി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി പ്രസ് ചെയ്ത് അമർത്തി നന്നായിട്ട് സെറ്റാക്കി വെക്കുക. ഒരു 10 മിനിറ്റ് അത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കുക. ഫ്രീസറിലല്ല, താഴെ വെച്ചേക്കുക. എന്നിട്ട് നമ്മളിവിടെ അതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് തണുത്ത് വരട്ടോ. അപ്പോഴത്തേക്ക് നമുക്കിവിടെ വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. നന്നായിട്ട് നമ്മൾ ക്രീമിലൊക്കെ പുരട്ടൂലേ ആ ഒരു പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇത്തിരി ഫ്രഷ് ക്രീമും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ബീറ്റ് ചെയ്യണമെന്നുള്ള ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ ഇതിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ല പഴുത്ത പൈനാപ്പിൾ ചെറിയ കുഞ്ഞു പീസസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ഒരു പുഡിങ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഇത്തിരി പൈനാപ്പിളിൻ്റെ എസൻസും കൂടി കയ്യിലിരിപ്പുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ട്രേ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഈ മിക്സ് ഒന്ന് നന്നായിട്ട് പരത്തി നല്ല ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ 2 ലെയറായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇത്തിരി ക്രീം തേച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ബിസ്ക്കറ്റിൻ്റെ ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക. വീണ്ടും അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഞാനിവിടെ ഒറ്റ ലെയറിലാണ് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ഇച്ചിരി ബിസ്ക്കറ്റിൻ്റെ മിക്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, അതൊന്ന് ചുറ്റിനൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ പൈനാപ്പിളിൻ്റെ ചെറിയ കുഞ്ഞു പീസസ് അതും കൂടെ റൗണ്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അതല്ലാതെ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു 10 മിനിറ്റേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഒട്ടും ക്ഷമയില്ലായിരുന്നു. എനിക്ക് പുഡിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് 1 സ്പൂൺ വെച്ച് ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാകുമ്പോഴേ പുഡിങ്ങിനൊരു ടേസ്റ്റ് ഉള്ളൂ അല്ലേ.